നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി രാജ്യത്തിൻ്റെ അഭിമാനമെന്ന് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ്. ആഗോള തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഗിവർഗീസ് സഹതയുടെ ഓർമ്മ പെരുന്നാളിന് കൊടികയറി. പ്രധാന തിരുനാൾ മെയ് 7, 8 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. ചേർത്തലയിൽ ഡ്രോൺ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചേർത്തലയെയും പരിസര പ്രദേശങ്ങളെയും ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. AICC ജനറൽ സെക്രട്ടറിയും MPയുമായിരുന്ന കെ വാസുദേവ പണിക്കർക്ക് സ്മരണാഞ്ജലി. വാസുദേവ പണിക്കർ ഓർമ്മയായിട്ട് 37 വർഷം. തണ്ണീർമുക്കത്ത് അനുസ്മരണം. നാടിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ വയലാർ PRC പുതിയ കുതിപ്പിലേക്ക്. അരനൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിക്രിയേഷൻ സെൻ്ററിൽ കായിക പരിശീലനത്തിന് സജ്ജമാക്കിയ പുതിയ സംവിധാനങ്ങൾ നാടിന് സമർപ്പിച്ചു. അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം മെയ് 4 ഉദ്ഘാടനം ചെയ്യും. NSS വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത തുറവൂർ പുത്തൻചന്തയിൽ ലോറിക്ക് തീപിടിച്ചു. ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്ന കൂറ്റൻ ലോറിയുടെ ക്യാബിനാണ് കത്തിനശിച്ചത്. ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിൻ്റെ അഭിമാനമാണെന്ന് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പതിറ്റാണ്ടുകളായി കേരളം താലോലിച്ച് നടന്ന ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത്. ഇന്നത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തന സജ്ജമായി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി തീരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ അഭിമാന മുഹൂർത്തമായി കൂടി അത് മാറുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയ വികസനത്തിൻ്റെ രംഗത്ത് എടുത്തുയർത്തി കാട്ടാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒന്നായിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെ കേരളവും ഇന്ത്യയും ലോകവും കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിലേക്ക് എത്തിയത്. നിരവധിയായ തുറമുഖങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിലും ഈ തുറമുഖത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ തുറമുഖത്തിൻ്റെ ഈ പദ്ധതി പൂർത്തീകരണത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ ഇത്തരം ബൃഹത്തായ ഒരു തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ്. മുൻകാലങ്ങളിലെല്ലാം ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ചില കരാറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും നിലയുറപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തെ ഹനിക്കാത്ത തരത്തിൽ ഈ പദ്ധതിയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ ഇടപെടലുകൾ തീർക്കാനായി എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകാലത്തെ പലതിൽ നിന്നും മാറാൻ കഴിയുകയില്ല എന്നുള്ള പരിമിതികളും സംസ്ഥാന സർക്കാരിന് മുമ്പാകെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഇത്തരം പദ്ധതികൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യ പരിഗണന നൽകി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ഇതിൻ്റെ ഒരുപാട് പേരുടെ അത്യധ്വാനമുണ്ട്. മലയാളികളുടെ മൊത്തം പ്രതീക്ഷകൾ ഇതിനകത്ത് അർപ്പിച്ചിരുന്നതാണ്. ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് പിന്തുണ നൽകിയ അനേക കോടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാമാണ് ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത്. വിഴിഞ്ഞം എന്നത് ഇന്ന് കേവലമായൊരു സ്ഥലനാമല്ല എന്നും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന കുതിപ്പിൻ്റെ അടയാളമായി അത് മാറുമ്പോൾ അതിനെ യാഥാർത്ഥ്യമാക്കി തീർത്ത ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനും അത് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ മുഹൂർത്തം തന്നെയാണ്. ആഗോള തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ഗിവർഗീസ് സഹതയുടെ ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. മെയ് 7, 8 തീയതികളിലാണ് പ്രധാന തിരുനാൾ. ഇക്കൊല്ലം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് മാസം 1 മുതൽ 8 വരെ പരിശുദ്ധ ഗിവർഗീസ് സഹതായുടെ പെരുന്നാൾ വളരെ ഭക്തിപൂർവ്വം
ചന്ദനപ്പള്ളി ദേവാലയത്തിൽ ആചരിക്കുകയാണ്. വിവിധ പരിപാടികളുമായി, പ്രത്യേകിച്ച് പരിശുദ്ധ സഹദായുടെ തിരുശേഷിപ്പിടം സ്ഥിതി ചെയ്യുന്ന ഏതാനും ചില ദേവാലയങ്ങളിൽ ഒന്നാണ് ചന്ദനപ്പള്ളി ദേവാലയം. മെയ് മാസം 7, 8 തീയതികളിൽ പ്രധാനമായും പെരുന്നാൾ ശുശ്രൂഷകൾ അവിടെ നടത്തപ്പെടുന്നു. സഭയുടെ പരമാധ്യക്ഷനും കാതോലിക്ക ബാവയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടും തുമ്പോൺ ഭദ്രാസനാധിപൻ അഭിമന്യ എബ്രഹാം മാർ സറാഫിൻ തിരുമനസ്സുകൊണ്ടും സഭയിലെ മെത്രാപ്പൊലിത്തമാരുടെ, വൈദികരുടെയും മറ്റ് പ്രധാന സ്ഥാനികളുടെയും പ്രധാന കാർമ്മികത്വത്തിൽ പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. അതുപോലെ 8-ാം തീയതി ചരിത്രപ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ് 8-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് അവിടെ നടത്തപ്പെടും. ആഗോള തീർത്ഥാടന കേന്ദ്രവും വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതുമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി മലങ്കര സഭയിലെ പ്രസിദ്ധ ദേവാലയങ്ങളിലൊന്നാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ചന്ദനപ്പള്ളിയിൽ ക്രൈസ്തവ കുടിയേറ്റമുണ്ടായത്. 1790-ൽ ക്രൈസ്തവ ദേവാലയം സ്ഥാപിതമായി. ചന്ദനത്തടികൾ കൊണ്ട് നിർമ്മിച്ച ദേവാലയം 1975-ൽ പുതുക്കിപ്പണിതു. 1986-ൽ ദേവാലയം വീണ്ടും പുനർനിർമ്മിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു. 1986 ഡിസംബർ 25-ന് പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കത്തോലിക്ക ബാവ നടത്തി. ആഗോള തീർത്ഥാടന കേന്ദ്രവുമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. പ്രധാന പെരുന്നാൾ മെയ് 7, 8 തീയതികളിലായി നടക്കും. പെരുന്നാൾ ചടങ്ങുകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയും മറ്റു മെത്രോപൊലീത്തന്മാരും നേതൃത്വം നൽകുമെന്ന് സഹവികാരി റവറൻ ഫാദർ ജോബിൻ യോഹന്നാൻ, റവറൻ ഫാദർ എബിൻ സജി, ജിജോ ജോസഫ് എന്നിവർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയിൽ ഡ്രോൺ സർവേ നടപടികൾക്ക് തുടക്കമായി. ചേർത്തല നഗരപ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഡ്രോൺ മുഖേന ചിത്രീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായിട്ടാണ് സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല നഗരസഭയുടെ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ നടപടികൾ ആരംഭിച്ചു. ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഡ്രോൺ സർവേ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ നിർവഹിച്ചു. ആദ്യഘട്ടമായി ചേർത്തലയും പരിസര പ്രദേശങ്ങളുടെയും ഡ്രോൺ ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ പകർത്തുകയാണ് ചെയ്യുന്നത്. ചേർത്തല നഗരസഭാ പ്രദേശത്തും അയൽ പഞ്ചായത്തുകളിലെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുമായി ഏകദേശം 70 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് നടത്തുന്ന ആദ്യഘട്ടമായി ഡ്രോൺ സർവേ നടത്തുന്നത്. ജില്ലാ സർവേ ഓഫ് ഇന്ത്യ, ടൗൺ പ്ലാനിംഗ് വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ നടത്തുന്നത്. സർവേ 12 ദിവസങ്ങളോളം നീളുമെന്ന് സർവേ ഏജൻസിയായ ഹൈദരാബാദ് ആസ്ഥാനമായ ഡെയിൽ ടെക്നോളജീസ് അറിയിച്ചു. ജനങ്ങൾ ഡ്രോൺ സർവേയുമായി സഹകരിക്കണമെന്ന് ചെയർപേഴ്സൺ അഭ്യർത്ഥിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി TK സുജിത് ജിയോ ബേസ്ഡ് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്ത്യ ഒട്ടാകെ നമ്മുടെ ഭൂരേഖകളും ഭൂമി സംബന്ധമായിട്ടുള്ള ഉപയോഗവും ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് അമൃത് 2.0 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചേർത്തല നഗരസഭയിലെ GIS മാപ്പിങ്ങിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. GIS ബേസ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, GIS അധിഷ്ഠിതമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ആണ് ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കി വരുന്നത്. അതിലൂടെ നമുക്ക് നമ്മുടെ നഗരത്തിൻ്റെ എല്ലാത്തരം പ്രദേശങ്ങളും ഭൂവിനിയോഗവും അതുപോലെ ഭൂമിയുടെ മറ്റ് സാധ്യതകളും കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും നമ്മുടെ റിവറുകളും തോടുകളും എല്ലാം തന്നെ GIS അധിഷ്ഠിതമായിട്ടുള്ളൊരു മാപ്പിലൂടെ നമുക്ക് ഇനി മുതൽ കാണാൻ കഴിയും. അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും. അതിൻ്റെ തുടക്കമെന്ന രൂപത്തിൽ ഇതിൻ്റെ ഡ്രോൺ സർവേയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ ഡ്രോണുകളിലൂടെ ഏതാണ്ട് ഒരു ദിവസം 5 സ്ക്വയർ കിലോമീറ്റർ നമ്മളിവിടെ നമ്മൾ സർവേ ചെയ്യുന്നുണ്ട്. ആ ഡ്രോൺ ഇമേജ് മാപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്പിൽ നിന്നും നമ്മുടെ ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ വിവരങ്ങളും കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനമാണ് ഈ പദ്ധതിയിലൂടെ നടത്തുന്നത്. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A. സാബു, G. രഞ്ജിത്ത്, കൗൺസിലർമാരായ ശോഭ ജോഷി, MK പുഷ്പകുമാർ, അനൂപ് ചാക്കോ, ബാബു മുളഞ്ചിറ, ഡ്രോൺ പൈലറ്റ് KV നവീൻ എന്നിവർ സന്നിധരായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. AICC ജനറൽ സെക്രട്ടറിയും MPയുമായിരുന്ന K. വാസുദേവ് പണിക്കർക്ക് സ്മരണാഞ്ജലി. വാസുദേവ് പണിക്കർ ഓർമ്മയായിട്ട് 37 വർഷം. ചേർത്തലയ്ക്കടുത്ത തണ്ണീർമുക്കത്ത് അനുസ്മരണം. AICC ജനറൽ സെക്രട്ടറിയായിരുന്ന K. വാസുദേവ പണിക്കരുടെ 37ാം ചരമവാർഷികം തണ്ണീർമുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ XMLA ഉദ്ഘാടനം ചെയ്തു.
ഇന്ദിരാഗാന്ധിയോടൊപ്പവും രാജീവ് ഗാന്ധിയോടൊപ്പവും പ്രവർത്തിച്ച പഞ്ചായത്ത് രാജ് നിയമം ഉൾപ്പെടെയുള്ള ജനകീയമായ നിയമങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ ഹൈടെക് യുഗത്തിലേക്ക് ഉയർത്താൻ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ അതിശക്തനായ നേതാവായിരുന്നു പണിക്കർജി എന്ന എ ഷുക്കൂർ XMLA അനുസ്മരിച്ചു. അകാലത്തിൽ 48-ാം വയസ്സിൽ പൊലിഞ്ഞ അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാളികൾക്ക് തീരെ നഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DCC ജനറൽ സെക്രട്ടറി R. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. S. ശരത്, K. രാജേന്ദ്രപ്രസാദ്, അഡ്വക്കേറ്റ് CD. ശങ്കർ, സജി കുര്യാക്കോസ്, KC. ആന്റണി, PT. രാധാകൃഷ്ണൻ, KS. അഷ്റഫ്, VN. അജയൻ, തോമസ് പുളിക്കൽ, TT. സാജു, തണ്ണീർമുഖം ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ഒരു നാടിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ വയലാർ PRC വീണ്ടും കുതിപ്പിലേക്ക്. വയലാർ വിപ്ലവ ഭൂമിയിൽ അരനൂറ്റാണ്ടിലേറെക്കാലമായി പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിക്രിയേഷൻ സെൻ്ററിൽ കായിക പരിശീലനത്തിന് സജ്ജമാക്കിയ പുതിയ ആധുനിക രീതിയിലുള്ള സംവിധാനം നാടിന് സമർപ്പിച്ചു. ജാതിമത്യ ഭേദമന്യേ നാടിൻ്റെ സിരകളിലും സ്വപ്നങ്ങളിലും ലഹരികൾക്കതീതമായി കായിക ലഹരി നിറച്ച പ്രസ്ഥാനമാണ് PRC വയലാർ. വെയിലും മഴയും ഏൽക്കാതെ കുട്ടികൾക്ക് പരിശീലനം സാധ്യമാകുന്ന കളിക്കളം എന്ന വളരെ കാലമായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി അനുവദിച്ച 45 ലക്ഷം രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച റൂഫ്ഡ് വോളിബോൾ സ്റ്റേഡിയവും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച അക്രലിക് കോർട്ടുമാണ് മെയ് 1 വ്യാഴാഴ്ച വൈകുന്നേരം കുട്ടികൾക്കായി തുറന്നുകൊടുത്തത്. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ മണ്ണിലേക്ക് എത്തുമ്പോൾ അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് ഒരു വൈകാരികമായ അംശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പന്ത്, കളി, അതിനെല്ലാം പ്രാധാന്യവും പ്രാമുഖ്യവുമുണ്ട്. അതിനപ്പുറത്തേക്കൊരു ഹൃദയബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കണ്ടുപഠിക്കേണ്ടുന്ന ഒരു ഹൃദയബന്ധം, മനസ്സിലാക്കേണ്ടുന്ന ഒരു കൂട്ടായ്മ, എല്ലാത്തരം രീതികളെയും മാറ്റിവെച്ചിട്ട് യോജിപ്പിൻ്റെ തലങ്ങളിലേക്ക് എത്തുന്ന സാധാരണക്കാരായ മനുഷ്യർ, അവിടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് സ്നേഹം എന്ന വികാരം. ആ വികാരമാണ് അജയൻ ചേട്ടൻ്റെ കണ്ണിനെ അല്പനേരമെങ്കിലും ഒന്ന് ഈറനണിയിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. ആ വികാരമാണ് നമ്മളെ എല്ലാവരെയും ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഘടകം. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അക്രലിക് കോർട്ടിന്റെ ഉദ്ഘാടനവും ഓൺലൈനിലൂടെ നിർവഹിച്ചു. ആലപ്പുഴ MP KC വേണുഗോപാൽ ഓൺലൈനായി മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ സ്കൂൾ ഗെയിംസ് താരം ഗൗരി നന്ദന അനുമോദനം നടത്തി. തുടർന്ന് PRC മുൻ പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ആദരിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ KP നടരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം, മുൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അബ്ദുൾ റസാഖ്, വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി, കേരള സംഗീത നാടക അക്കാദമി അംഗം വയലാർ ശരത്ചന്ദ്രവർമ്മ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SV ബാബു, അഡ്വക്കേറ്റ് VN അജയൻ, അഡ്വക്കേറ്റ് മനൂസി പുളിക്കൻ, വയലാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയലേഖ, വയലാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UG ഉണ്ണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PRC ജനറൽ സെക്രട്ടറി VA നൌഷാദ് കൃതജ്ഞതയും ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ AK അജയകുമാർ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന് പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരം മെയ് 4 ഉദ്ഘാടനം ചെയ്യും. NSS വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ ആസ്ഥാന മന്ദിരം ഈ മാസം മെയ് 4 രാവിലെ 10 മണിക്ക് ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ M. സംഗീത് കുമാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂടുന്ന യോഗത്തിൽ മുഖ്യ പ്രഭാഷണവും താലൂക്ക് യൂണിയൻ മന്ദിരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ആചാര്യൻ്റെ ഫോട്ടോ അനാച്ഛാദനവും ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗം രജിസ്ട്രാർ ശ്രീ VV ശശിധരൻ നായർ അവർ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും നടത്തുന്നു. പ്രസ്തുത യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്നു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ D. ഗംഗാധരൻ നായർ സ്വാഗതവും താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ രമാദേവി ആശംസാ പ്രസംഗവും നടത്തുന്നു. അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെയും സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം NSS വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാർ മെയ് 4 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നിർവഹിക്കുന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. രാജഗോപാലപ്പണിക്കർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ NSS കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ സമുദായാചാര്യന്റെ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും നടത്തും. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ D. ഗംഗാധരൻ നായർ സ്വാഗതം ആശംസിക്കുന്ന സമ്മേളനത്തിൽ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ PM രമാദേവി ആശംസകൾ അർപ്പിക്കുന്നു. യൂണിയൻ സെക്രട്ടറി GJ ജയമോഹൻ കൃതജ്ഞതയും രേഖപ്പെടുത്തുമെന്ന്
പ്രസിഡന്റ് പി രാജഗോപാലപ്പണിക്കർ, വൈസ് പ്രസിഡന്റ് ഡി ഗംഗാധരൻ നായർ, സെക്രട്ടറി ജയമോഹൻ, കമ്മിറ്റി അംഗങ്ങളായ ആർ ഹരിദാസ്, ബി ഓമനക്കുട്ടൻ, ടി കെ ഹരികുമാർ, ടി സി രാധാമോഹൻ, ആർ രാജ്മോഹൻ, എസ് വാസുദേവൻ നായർ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖലയെ പ്രതിസന്ധിയിലാക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്ന് ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് യൂണിയൻ ആരോപിച്ചു. എല്ലാ നിയമങ്ങൾക്കും വിധേയമായാണ് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾ പ്രവർത്തിക്കുന്നതെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. 2012 ആലപ്പുഴ ഹൗസ് ബോട്ട് മേഖലയിൽ ലൈസൻസ് നിർത്തലാക്കിയതിൻ്റെ കാരണം ഒരു പഠന റിപ്പോർട്ടായിരുന്നു. ആ പഠന റിപ്പോർട്ട് CRMWD എന്ന് പറയുന്ന സെൻട്രൽ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്റ്റഡി. അത് ആധികാരികതയൊന്നുമില്ല. ആ സ്റ്റഡിയിൽ കാര്യം ഒരു 96-97 തുടങ്ങിയ ഹൗസ് ബോട്ട് മേഖലയ്ക്ക് ഫീസിബിലിറ്റി നോക്കുന്നത് 2012 ഒരു പഠന റിപ്പോർട്ട് എത്ര വള്ളങ്ങൾ ഇവിടെ ഓടാം എന്ന് അതിനെ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു വാട്ടർ റിസോഴ്സ് കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പഠനം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ ആരും ശരിവെച്ചില്ല. പക്ഷേ ആ പഠന റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് അന്നത്തെ ഹൗസ് ബോട്ട് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഇനി ഇവിടെ ഹൗസ് ബോട്ടിന് ലൈസൻസ് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ തൊട്ട് ഉള്ളവരാണ്. പക്ഷേ കാലത്തിനനുസൃതമായിട്ട് അപ്പോൾ പുതിയ വള്ളങ്ങളൊന്നും തന്നെ എത്തിക്കാൻ ഒക്കുന്ന സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാര്യം പഴയ കെട്ടുവള്ളങ്ങളും തടിവള്ളങ്ങളും ഒക്കെ കാലഹരണപ്പെട്ട് പോകുന്നു. അല്ലെങ്കിൽ അത് കാലപ്പൊക്കിൽ പുതിയ തരം വള്ളങ്ങളിൽ എത്തേണ്ട കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതിന് പറ്റിയ വള്ളങ്ങളല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ 2017 ഞങ്ങൾ ഈ ഒരു കൂട്ടം ഈ പറയുന്ന കൊടുങ്ങല്ലൂർ അന്യജില്ല അനധികൃതം എന്നൊക്കെ പല പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഞങ്ങൾ ഈ ഒരു ചെറിയ കൂട്ടം ആളുകൾ പോർട്ടിലേക്ക് പോവുകയുണ്ടായി. ആലപ്പുഴ പോർട്ട് ഹൗസിൽ നിങ്ങൾ ലൈസൻസ് തരാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾക്ക് ഉപജീവനമാർഗമായി ഞങ്ങൾ ഈ വള്ളങ്ങളെല്ലാം പണിയാൻ ആഗ്രഹിക്കുന്നു. അന്ന് അവർ പറഞ്ഞത് 2012 ഇത് നിർത്തിവെച്ചിരിക്കുന്നതുകൊണ്ട് പുതിയതായി നമുക്ക് ലൈസൻസുകൾ തരുന്നതിന് വേണ്ടി സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് കരസ്ഥമാക്കാം. നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. 2017 മുതൽ ആലപ്പുഴയിൽ പ്രവർത്തിച്ചു വരുന്ന കാലത്തിനനുസൃതമായതും ഏറ്റവും നൂതനവും സുരക്ഷിതവുമായ ജലയാനങ്ങളാണ് ഹൗസ് ബോട്ടുകൾ. എല്ലാ നിയമവ്യവസ്ഥകൾക്കും അനുസൃതമായാണ് ഈ ജലയാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ജലയാനങ്ങൾ ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ പോർട്ടിൽ നിന്നുമാണ്. 2012 ആലപ്പുഴ പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആലപ്പുഴ ലൈസൻസ് നിർത്തിവെച്ചതിനാൽ പോർട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊടുങ്ങല്ലൂർ ലൈസൻസ് എടുക്കുവാൻ നിർബന്ധിതരായത്. നിയമപ്രകാരം ഈ ബോട്ടുകൾക്ക് കേരളത്തിൽ എവിടെയും പ്രവർത്തിക്കാമെന്ന ഉത്തമ നിയമബോധം ലഭിച്ചതിന് ശേഷമാണ് ഉപജീവനമാർഗമായി ഇതിൽ മുതൽ മുടക്കിയത്. അങ്ങനെ ഇരിക്കെ 2021 പുതിയ IB ആക്ട് പ്രാബല്യത്തിൽ വരികയും ഇന്ത്യയിൽ എവിടെ നിന്നും ലൈസൻസ് കരസ്ഥമാക്കി എവിടെയും പ്രവർത്തിക്കാമെന്ന നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ചില തൽപരകക്ഷികൾ ഹൈക്കോടതിയിൽ നിയമപോരാട്ടം നടത്തുകയും അതിൽ തങ്ങൾക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പുറപ്പെടുവിക്കുകയും ഉണ്ടായി. അതിനുശേഷവും ഈ കൂട്ടർ സർക്കാർ സംവിധാനങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഈ ജലയാനങ്ങൾക്ക് ആലപ്പുഴയിൽ പ്രവർത്തിക്കാൻ അവകാശമില്ലെന്ന തെറ്റിദ്ധാരണ പരത്തുകയാണ്, വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. ഇത് നിയമത്തിനെതിരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. നിലവിൽ ഏത് പോർട്ടിൽ നിന്നും ലൈസൻസ് എടുത്താലും ഇന്ത്യയിൽ എവിടെയും പ്രവർത്തിക്കാം എന്ന നിയമം നിലനിൽക്കെ ഈ ജലയാനങ്ങൾ അനധികൃതവും അന്യജില്ലാ യാനങ്ങൾ എന്നും വിശേഷിപ്പിക്കുന്നത് തികച്ചും തെറ്റാണ്. ആലപ്പുഴ ഹൗസ് ബോട്ട് മേഖലയിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ മെല്ലെപ്പോക്കാണ് കണ്ടുവരുന്നത്. നിലവിൽ STPകളുടെ അഭാവം വളരെ വലുതാണ്. അത് സർക്കാർ സംവിധാനങ്ങളുടെ എത്രയും വേഗം പുനഃസൃഷ്ടിക്കേണ്ടപ്പെടേണ്ടതാണ്. ഈ STPകളുടെ അഭാവം നിലനിൽക്കെ ഭീമമായ ഫൈൻ ചുമത്തുന്നതും തീർത്തും അശാസ്ത്രീയമാണെന്നും ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് യൂണിയൻ സെക്രട്ടറി അരുൺ മുട്ടേൽ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P. പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച ചേർത്തലയിൽ നടക്കും. കാർഡിയോളജി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ പരിശോധനകൾ സൗജന്യമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി P. പ്രസാദ് അറിയിച്ചു. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P. പ്രസാദ് സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് മെയ് 4 ഞായറാഴ്ച ചേർത്തലയിൽ നടക്കും. കാർഡിയോളജി ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ പരിശോധന ക്യാമ്പിൽ സൗജന്യമായി ലഭിക്കും. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെയ് 4 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിക്കും. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പരിചയസമ്പന്നരായ പ്രശസ്ത ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, പീഡിയാട്രിക്സ്, കാർഡിയോളജി, ENT, ദന്തൽ എന്നീ വിഭാഗങ്ങളിലായാണ് പരിശോധന. പൊതുജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി ക്യാമ്പിൽ പങ്കെടുക്കാം. 3000 പേർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം ക്യാമ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാധുനിക ഉപകരണങ്ങളുടെ സേവനവും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ക്യാമ്പിൽ ലഭ്യമാക്കുന്നുണ്ട്. ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ മുനിസിപ്പൽ പഞ്ചായത്ത് ഓഫീസുകളിലും കൃഷിമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലും നടത്താവുന്നതാണ്. വിപുലമായ സജ്ജീകരണങ്ങളോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല.
ആലപ്പുഴ ചെല്ലാനം തീരദേശ റോഡിൽ തൈക്കൽ ജംഗ്ഷൻ മുതൽ അന്തകാരനഴി വരെയുള്ള റോഡിൽ റീടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റീടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 2 ആഴ്ചത്തേക്ക് വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ആലപ്പുഴ ചെല്ലാനം തീരദേശ റോഡിൽ ചേർത്തല കടക്കരപ്പള്ളി തൈക്കൽ ജംഗ്ഷൻ മുതൽ അന്ധകാരനഴി വരെയുള്ള ഭാഗത്ത് റീടാറിംഗ് ജോലികൾ ആരംഭിച്ചു. ടാറിംഗ് ജോലികൾ ആരംഭിച്ചതിനാൽ 2 ആഴ്ചത്തേക്ക് വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 കിലോമീറ്ററോളം നീളത്തിൽ റോഡിന്റെ ഉപരിതലം ബിറ്റുമിനസ് കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് റീടാർ ചെയ്യുന്നതിനായി 3 കോടി രൂപ കൃഷിമന്ത്രി പി പ്രസാദ് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അനുവദിച്ചിരുന്നു. ടാറിംഗ് തകർന്ന കുണ്ടും കുഴിയുമായി റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് കൃഷിമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. പണി പൂർത്തിയാവാൻ ആവശ്യമായ 15 ദിവസത്തോളം ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. കാലവർഷത്തിന് മുൻപേ റീടാറിംഗും റോഡ് സുരക്ഷാ റിഫ്ലക്ടറുകൾ, മാർക്കിങ്ങുകൾ അടക്കമുള്ള ക്രമീകരണങ്ങളും സ്ഥാപിച്ച പണി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത തുറവൂർ പുത്തൻചന്തയിൽ ലോറിക്ക് തീപിടിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവന്ന കൂറ്റൻ ലോറിയുടെ ക്യാബിൻ കത്തിനശിച്ചു. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത തുറവൂർ പുത്തൻചന്തയിൽ ലോറിക്ക് തീപിടിച്ചു. ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്ന കൂറ്റൻ ലോറിയുടെ ക്യാബിനാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച രാത്രി 10:30 പുത്തൻചന്തയിലാണ് സംഭവം. ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും കത്തിയമർന്നു. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. കുത്തിയതോട് പോലീസും സ്ഥലത്തെത്തി. ടൈം ന്യൂസ്, ചേർത്തല. 4.5 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി ടീച്ചർക്ക് നാടൊന്നാകെ സ്നേഹോഷ്മള യാത്രയയപ്പ് നൽകി. കടക്കരപ്പള്ളി തൈക്കൽ മേഖലയിലെ 81 നമ്പർ അംഗൻവാടിയിലെ മണി ടീച്ചർക്കാണ് നാടൊന്നാകെ ചേർന്ന് യാത്രയയപ്പ് നൽകിയത്. നാലര പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച അംഗൻവാടി ടീച്ചർക്ക് നാടിൻ്റെ സ്നേഹോഷ്മള യാത്രയയപ്പ്. കടക്കരപ്പള്ളി പഞ്ചായത്തിലെ 81 നമ്പർ അംഗൻവാടിയിലെ മണി ടീച്ചർക്കാണ് നാടൊന്നാകെ ചേർന്ന് യാത്രയയപ്പ് ഒരുക്കിയത്. 45 വർഷം ഒരേ അംഗൻവാടിയിൽ ജോലി ചെയ്ത് വിരമിക്കുന്നത് അപൂർവമാണ്. 100 കണക്കിന് കുരുന്നുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ മണി ടീച്ചർ മെയ് 1 സർവീസിൽ നിന്നും വിരമിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും മാതാപിതാക്കളും നാട്ടുകാരും ചേർന്ന് മണി ടീച്ചർക്ക് യാത്രയയപ്പ് ഒരുക്കി. ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ തുറന്ന ജീപ്പിലാണ് ടീച്ചറെ ചടങ്ങിലേക്ക് ആനയിച്ചത്. തൈക്കൽ കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ജാൻസി ബെന്നി അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുമോൻ കൂട്ടുങ്കൽ, മിൽട്ടൺ പുന്നക്കൽ, മാർട്ടിൻ പാലിയത്തയ്യിൽ, കിരൺ തുടങ്ങിയവർ യാത്രാമംഗളങ്ങൾ നേർന്നു. ചേർത്തല കളവങ്കോടം വലിയവെളിയിൽ VS മഹിപാലിൻ്റെ സഹധർമ്മിണിയാണ് മണി ടീച്ചർ. ഇനിയും ടീച്ചറിനെ എല്ലാവരും ഓർക്കും എന്നെനിക്കറിയാം. കാരണം ആ രീതിയിലാണ് ഞാൻ എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. നിങ്ങൾ ഇന്ന് എനിക്ക് തന്ന ഈ സ്നേഹത്തിന്, ഇതിനു വേണ്ടി ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ചും എൻ്റെ LMC അംഗം, പ്രിയപ്പെട്ട എൻ്റെ വാർഡ് മെമ്പർ, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ടൈം ന്യൂസ്, ചേർത്തല. കാർഷിക മേഖലയിൽ വിജയഗാഥ രചിക്കുന്ന വിദ്യാർത്ഥിനികളായ സഹോദരിമാരുടെ കൃഷിയിടത്തിൽ ഉഴുന്നും ചെറുപയറും. ചേർത്തല സ്വദേശിനികളായ അനുശ്രീയും അയനശ്രീയും നാടിന് മാതൃക. കാർഷിക മേഖലയിൽ വിജയഗാഥ രചിക്കുന്ന സഹോദരിമാരായ വിദ്യാർത്ഥിനികളുടെ കൃഷിയിടത്തിൽ ഉഴുന്നും ചെറുപയറും. ചേർത്തല നഗരസഭ 34-ാം വാർഡിൽ ചങ്ങര തികർത്തിൽ ഓട്ടോ ഡ്രൈവറായ ബിനിലിൻ്റെയും പ്രീ പ്രൈമറി അധ്യാപികയായ അനിലയുടെയും മക്കളായ അനുശ്രീയും അയനശ്രീയും കാർഷിക മേഖലയിൽ വിജയഗാഥ രചിച്ച് മുന്നേറുന്നു. വീടിന് സമീപത്തെ പാട്ടത്തിനെടുത്തതുൾപ്പെടെ 2.5 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നാടിന് മാതൃകയായ ഈ പെൺകുട്ടികളുടെ കൃഷി നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ചെറുപയർ, ഉഴുന്ന കൃഷികളിൽ 100 മേനി വിളവ്. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷം തോന്നുകയാണ് നമുക്ക്. കാരണം വേറൊന്നും കൊണ്ടൊന്നുമല്ല, കൊച്ചുമക്കളായിട്ടുള്ള അവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കേരളത്തിനെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്നിപ്പം നമ്മൾ എല്ലാവരും കൃഷിയിലേക്ക് എന്നുള്ളതായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ഗവൺമെൻറ് പോകുമ്പോഴും അതിനേക്കാൾ ഉപരി ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും വളരെ സന്തോഷത്തോടു കൂടി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും അവർ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.
ഓണസമയമാകുമ്പോഴത്തേക്കും അവർ പൂക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടി പൂക്കൃഷി നടത്തുന്നു. അതുപോലെ തന്നെ ഓണം വിഷു ഒക്കെ ആകുമ്പോഴത്തേക്കും പച്ചക്കറികൾ നട്ട് പച്ചക്കറികൾ വിപണിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതിനേക്കാൾ ഉപരി ഇന്നിപ്പോൾ ആരും ചെയ്യാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഉഴുന്നും അതുപോലെ തന്നെ ചെറുപയറും. അത് ഒരു വളരെ ധൈര്യത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് അവർ ഇവിടെ കൃഷി ചെയ്യുകയാണ്. അതിന് ഏറ്റവും നല്ലൊരു സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാർഡ് കൗൺസിലറുണ്ട്. അതിനേക്കാൾ ഉപരി അവരുടേതായിട്ടുള്ള അച്ഛനും അമ്മയും അവരെയാണ് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. കുഞ്ഞുങ്ങളിൽ വരുന്നതായിട്ടുള്ള വാസനകൾ ഏതെല്ലാം രീതിയിൽ പോഷിപ്പിക്കാമോ ആ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി, കൗൺസിലർമാരായ ബിന്ദു ഉണ്ണികൃഷ്ണൻ, സുജാത സതീശൻ എന്നിവരും സന്നിഹിതരായിരുന്നു. കോവിഡ് കാലത്താണ് ഇരുവരും കൃഷിയിലേക്ക് ഇറങ്ങിയത്. കൃഷിമന്ത്രി പി പ്രസാദും കൃഷി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രോത്സാഹനവുമായി എത്തിയതോടെ കുട്ടികൾ കൃഷിയിൽ സജീവമായി. കഴിഞ്ഞ ഓണക്കാലത്ത് പൂക്കൃഷി നടത്തി ശ്രദ്ധേയരായി. ഇപ്പോൾ നിരവധി പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിമന്ത്രി വീട്ടിലെത്തി ഇവരെ അഭിനന്ദിച്ചിട്ടുണ്ട്. വാഴക്കൃഷി ഉൾപ്പെടെ കൃഷി വിപുലമാക്കാനാണ് തീരുമാനമെന്നും എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദിയെന്നും അനുശ്രീയും അയനശ്രീയും പറഞ്ഞു. ഞങ്ങളിവിടെ ചെയ്യുന്നത് കൃഷികൾ വാഴ കൃഷിയുണ്ട്. വാഴ കൃഷി ചെയ്തിട്ട് ഞങ്ങൾ കൊലയല്ല മെയിനായിട്ട് നോക്കുന്നത്. അതിൻ്റെ വാഴയിലാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ ദിനംപ്രതി ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ബന്ദി കൃഷി ഉണ്ടായിരുന്നു ഓണക്കാലത്ത്. അത് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ബന്ദി കൃഷി ചെയ്തത്. അത് കാണാനായിട്ട് നമ്മുടെ മന്ത്രി പി പ്രസാദ് സാർ വന്നായിരുന്നു. അങ്ങനെ നല്ല ഇതായിരുന്നു ഞങ്ങളുടെ ബന്ദി കൃഷിയും. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനുശ്രീ. അയനശ്രീ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയും. ചേർത്തലയിലെ കുട്ടിക്കർഷകർ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി മെയ് 6-ന് പാതിരപ്പള്ളി കാംലോട്ട് കൺവെൻഷൻ സെൻറ്ററിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഇവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ് ചേർത്തല. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ്റെ ജനറൽ ബോഡി യോഗം ചേർന്നു. മെയ് 20-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ തീരുമാനം. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ CITUവിൻ്റെ ആലപ്പുഴ മേഖലാ ജനറൽ ബോഡി യോഗം നടന്നു. മെയ് 20-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷനിലെ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കണമെന്ന് ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം MLA യോഗം ഉദ്ഘാടനം ചെയ്തു. എന്തോ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടാക്കിയ ഒരു നിയമം പോലെ നമ്മൾ പൊതുവെ ബോധ്യപ്പെടും. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ പറയുകയോ ചർച്ച ചെയ്യുകയില്ല എന്നുള്ളതാണ് ഒരു സാഹചര്യം. നിങ്ങളുടെ തൊഴിൽ മേഖലയാണെങ്കിലും മറ്റേത് തൊഴിൽ മേഖലയാണെങ്കിലും നിശ്ചിതമായ മണിക്കൂർ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിനോദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ 24 മണിക്കൂറിൽ ഇങ്ങനെ 3ആയി തിരിച്ചിട്ട് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അവരുടെ അധ്വാനം ചെലവഴിക്കേണ്ട സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തപ്പെട്ട ഒരു നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊരു എല്ലായിടത്തും നാം ആർജിച്ചത് നേട്ടമായും അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട ഒരു നിയമം പോലെ നമ്മളെല്ലാവരും പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനധികമായി ജോലി എടുക്കാതെ ഓവർ ടൈമായി കണക്കാക്കപ്പെടുന്ന സിസ്റ്റം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ അതെല്ലാം പതുക്കെ മാറ്റാൻ കഴിയുന്ന തൊഴിൽ നിയമത്തിൻ്റെ ഭേദഗതി രാജ്യത്തെ BJP ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ആലപ്പുഴ പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷനിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PS രഞ്ജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്യാം മൃണാൾ, വനിതാ സബ് കമ്മിറ്റി കൺവീനർ ശ്രീരഞ്ജിനി എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി R രാധാകൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. കൺസ്യൂമർ ഫെഡ് ആലപ്പുഴ ഗവൺമെൻറ് സർവൻറ്റ് സഹകരണ ബാങ്കുമായി ചേർന്ന സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. എച്ച് സലാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് ആലപ്പുഴ ഗവൺമെന്റ് സർവൻറ്റ് സഹകരണ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സ്റ്റുഡൻസ് മാർക്കറ്റിന് തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിവിധ കമ്പനികളുടെ സ്കൂൾ കോളേജ് ബാഗുകൾ, നോട്ട്ബുക്കുകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ഗുണമേന്മയുള്ള സാധനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ചാണ് ഇവിടെ നിന്നും ലഭ്യമാക്കുക. കളക്ടറേറ്റ് ജംഗ്ഷന്റെ വടക്കുഭാഗത്ത് കണ്ണനുറുക്കി പാലത്തിന് സമീപത്തെ കെയർഫെഡിന്റെ കെയർക്രാഫ്റ്റ് ഷോറൂമിലാണ് ജൂൺ 30 വരെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തിക്കുക. എച്ച് സലാം MLA സ്കൂൾ മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സഹകരണ മേഖല കേരളത്തിന്റെ ഏറ്റവും ശക്തമായൊരു മേഖലയാണ്. അത് സാമ്പത്തികമായ അടിത്തറ കൊണ്ടും സമൂഹത്തിന് നൽകുന്ന സേവനം കൊണ്ടുമാണ് കേരളത്തിലെ കോഓപ്പറേറ്റീവ് സെക്ടർ ഇത്രയും ശക്തമായി നിലകൊള്ളുന്നത്. അങ്ങനെയൊരു മേഖലയായതുകൊണ്ട് തന്നെ നമ്മുടെ സഹകരണ മേഖലയെ കണ്ണുവെച്ച് യൂണിയൻ ഗവൺമെന്റ് പോലും പല സന്ദർഭത്തിലും മുന്നോട്ട് വന്നത് കാണാൻ പറ്റും.
ഭരണപരമായി അല്ലെങ്കിൽ ഭരണഘടനാപരമായി സഹകരണ മേഖലയുടെ ഒരു ചുമതല സംസ്ഥാനങ്ങൾക്ക് കൈവരുമെങ്കിലും ആ ഭരണഘടനാപരമായ ഒരു സന്ദർഭത്തിൽ സാഹചര്യത്തെ പോലും കവച്ചു വെച്ചിട്ട് എങ്ങനെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് പ്രയാസം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഗവേഷണം ചെയ്യുന്ന കുറേ പേര് നമുക്ക് ഇന്ന് രാജ്യത്ത് കാണാൻ പറ്റും. നഗരസഭാ ചെയർപേഴ്സൺ കെ ജയമ്മ ആദ്യ വിൽപ്പന നടത്തി. കയർക്രാഫ്റ്റ് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ആലപ്പുഴ ഗവൺമെന്റ് സർവൻസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജിജോ ജോസഫ്, സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വി കെ സുബിന, അസിസ്റ്റന്റ് രജിസ്ട്രാർ വി സി അനിൽകുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സിലീഷ്, KSTA ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ കെ ഇന്ദിര, ടി മനോജ്, പി സുശീല, PTCB ജെ ജോളിക്കുട്ടൻ, എസ് ബിജുരാജ്, മിനിമോൾ വർഗീസ്, എസ് മുഹമ്മദ് റഫീഖ്, ബാങ്ക് സെക്രട്ടറി ആർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PS സുമേഷ് സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി രാജ്യത്തിൻ്റെ അഭിമാനമെന്ന് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ്. ആഗോള തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഗിവർഗീസ് സഹതയുടെ ഓർമ്മ പെരുന്നാളിന് കൊടികയറി. പ്രധാന തിരുനാൾ മെയ് 7, 8 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. ചേർത്തലയിൽ ഡ്രോൺ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചേർത്തലയെയും പരിസര പ്രദേശങ്ങളെയും ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. AICC ജനറൽ സെക്രട്ടറിയും MPയുമായിരുന്ന കെ വാസുദേവ പണിക്കർക്ക് സ്മരണാഞ്ജലി. വാസുദേവ പണിക്കർ ഓർമ്മയായിട്ട് 37 വർഷം. തണ്ണീർമുക്കത്ത് അനുസ്മരണം. നാടിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ വയലാർ PRC പുതിയ കുതിപ്പിലേക്ക്. അരനൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിക്രിയേഷൻ സെൻ്ററിൽ കായിക പരിശീലനത്തിന് സജ്ജമാക്കിയ പുതിയ സംവിധാനങ്ങൾ നാടിന് സമർപ്പിച്ചു. അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം മെയ് 4 ഉദ്ഘാടനം ചെയ്യും. NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത തുറവൂർ പുത്തൻചന്തയിൽ ലോറിക്ക് തീപിടിച്ചു. ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്ന കൂറ്റൻ ലോറിയുടെ ക്യാബിനാണ് കത്തിനശിച്ചത്. ആർക്കും പരിക്കില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.